ജ്ഞാനിയും ഭോഷനും. നിയമം കാക്കുന്നവൻ തൻ്റെ ചിന്ത നിയന്ത്രിക്കുന്നു. കർത്തൃഭയപൂർണതയാണ് ജ്ഞാനം. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ ശിക്ഷണവിധേയനാക്കാനാകില്ല. നീരസം വർദ്ധിപ്പിക്കുന്ന ബുദ്ധിസാമർഥ്യവുമുണ്ട്. ജ്ഞാനിയുടെ അറിവ് പ്രളയം പോലെ വർദ്ധിതമാകും. അവൻ്റെ ഉപദേശം ജീവൻ്റെ ഉറവ് പോലെയാണ്. ഭോഷൻ്റെ ഉള്ളം ഓട്ടക്കലം പോലെയാണ്. അറിവൊന്നും അതിൽ തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാനവചസ് കേൾക്കുമ്പോൾ അതിനെ പ്രകീർത്തിക്കുകയും അതിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. തന്നിഷ്ടക്കാരൻ അത് കേൾക്കുകയും അതവന് അനിഷ്ടമാവുകയും ചെയ്യുന്നു. അവനതിനെ തൻ്റെ പിന്നിലേക്ക് മാറ്റി നിർത്തുന്നു. ഭോഷൻ്റെ ഭാഷ്യം യാത്രയിലെ ഭാണ്ഡക്കെട്ട് പോലെയാണ്. വിവേകിയുടെ അധരങ്ങളിലോ സൗകുമാര്യം പ്രകടമാകും. ബുദ്ധിമാന്റെ അധരം സഭയിൽ ആരായപ്പെടും. അവൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ മനനം ചെയ്യപ്പെടും. തകർക്കപ്പെട്ട വീട് എങ്ങനെയോ അങ്ങനെയാണ് ഭോഷന് ജ്ഞാനം. അവിവേകിയുടെ